ഇത് ഞാൻ എയ്ബ് എക്സാം എഴുതാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. എക്സാമിനെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് രാവിലെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയിട്ടാണ്. സ്റ്റേ ബുക്ക് ചെയ്യുമ്പോഴേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരുന്നത്. വന്നിറങ്ങിയപ്പോൾ ആ വിശപ്പിന് പോയി കഴിച്ച ഒരു ബിരിയാണി ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷെ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു മനസ്സങ്ങ് നിറഞ്ഞു. അത് നല്ല അടിപൊളി ദോശ. ആ ദോശ കണ്ടപ്പോഴേ പകുതി എക്സാം ഞാൻ പാസ്സായ ഒരു ആശ്വാസമായിരുന്നു എനിക്ക്. ഇനി എക്സാമിനെ പറ്റി പറയാം. സംഭവം ഒരു ഓപ്പൺ ബുക്ക് എക്സാം ആണെങ്കിലും അതിനുള്ള സമയം സാവകാശം ഒന്നും അവിടെ കിട്ടത്തില്ല. ഇപ്രാവശ്യമാണെങ്കിലോ ചോദ്യത്തിന് തന്നെ ഉണ്ട് അത്യാവശ്യം. അത് കണ്ടുപിടിച്ച് അർത്ഥം മനസ്സിലാക്കി ബുക്ക് നോക്കുമ്പോഴത്തേനും സമയം കഴിയും. അപ്പൊ പറഞ്ഞു വന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഈ ഇന്ത്യയിലുള്ള എല്ലാവരും പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു എന്ന് തോന്നിയത്. ചിലപ്പം ഇതെന്റെ ഒരു അഹങ്കാരമായിരിക്കും കേട്ടോ. കാരണം പണ്ട്, അതായത് ഒരു 2 വർഷം മുമ്പ് വരെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏതെങ്കിലും ഒരു ചോദ്യം എനിക്ക് അറിയില്ലായിരുന്നെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അമ്മ, പാസ്സാവില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഞാൻ ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏതെങ്കിലും 2 ചോദ്യം എനിക്കറിയാമായിരുന്നെങ്കിൽ എക്സാം ഈസിയാണ് എന്ന് പറയുന്ന വിധത്തിലേക്ക് ഞാൻ മാറി. അപ്പോൾ എൻ്റെ പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് എക്സാം എഴുതിയ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരുന്നു. ഒരു മജിസ്ട്രേറ്റ് ലെവൽ എക്സാം എന്നൊക്കെ അതിനെ വിളിച്ചു. എന്നിട്ട് ഞാനത് ഈസിയാന്ന് പറഞ്ഞാൽ അതെൻ്റെ പ്രശ്നം തന്നെയാണ്. ഇനി റിസൾട്ട് വരുമ്പം ആരും എന്നെ നോക്കി വരണ്ട. എക്സാം ബുദ്ധിമുട്ടായതിൻ്റെ വിഷമത്തിലായിരുന്നു കിളിയും ദിയാപ്പിയും. ആ വിഷമം മാറ്റാൻ ഞങ്ങൾ നേരെ പോയി ഒരു അടിപൊളി മധുഹൂത്ത് അടിച്ചു. ശേഷം വെറുതെ ഒരാവശ്യവും ഇല്ലാണ്ട് ലുലു മോൾ കറങ്ങാൻ ഇറങ്ങിയതാ. രാത്രിയായല്ലോ, വേറെ എവിടെയും പോകാനല്ല. അങ്ങനെ പോയ നമ്മൾ നേരെ പോയതോ മിനിസോയിലേക്ക്. ബാക്കി പറയണ്ടല്ലോ. പിന്നെ പൈസ പോട്ടെ, പ്രതാപം വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് മാച്ച ടീ ട്രൈ ചെയ്തു. സംഭവം തരക്കേടില്ല. ഇനി അധികം അവിടെ കറങ്ങിയ കുറേ ചിലവാമെന്ന് കണ്ട നമ്മൾ അടുത്ത ഊബർ എടുത്ത് നേരെ സ്റ്റേയിലേക്ക് വിട്ടു.